ഹായ് എവ്രി വൺ, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിഫ്റ്റി 24,383 എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നൽകിയത്. 66 പോയിന്റിന്റെ ഒരു അപ്സൈഡ് മൂവാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഇന്ന് 24,361 ഓപ്പൺ ചെയ്ത നിഫ്റ്റി ഒരു ഘട്ടത്തിൽ 24,429 എന്ന ലെവൽ വരെ ഉയരുകയുണ്ടായി. കാരണം അവിടെ ആ ഒരു 24,400 എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ മറികടക്കാനുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ശക്തമായ സെല്ലേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ പിന്നീട് തിരിച്ച് 24,400 താഴേക്ക് വരികയായിരുന്നു. അപ്പോൾ നിഫ്റ്റിയിലുണ്ടായിട്ടുള്ള ഈ ഒരു പോസിറ്റീവ് മൂവ് ബ്രോഡ് മാർക്കറ്റിലും പ്രകടമായിട്ട് കാണാൻ കഴിയും. ഇന്ന് അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ 57% കൂടുതൽ കാണാൻ കഴിയും. ഇപ്പോൾ ലാർജ് ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും എല്ലാം നല്ല ഒരു ബൈങ് ഇന്ന് പ്രകടമായിരുന്നു. ഇന്നലെ US മാർക്കറ്റിൽ നാസ്ഡാക്ക് കോമ്പോസിറ്റ് 2.78% വമ്പിച്ച ഒരു റാലി നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ Q1 ഏർണിങ്സ് റിപ്പോർട്ടാണ്. അപ്പോൾ അത് വാൾസ്ട്രീറ്റ് പ്രതീക്ഷിച്ചതിലും മികച്ച ഒരു റിസൾട്ടാണ് വന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ അസൂർ ക്ലൗഡ് ബിസിനസ് അത് 43% വമ്പിച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. അതോടുകൂടി മൈക്രോസോഫ്റ്റിൻ്റെ ആ ഷെയർ 15 മുതൽ 16% വരെയാണ് ഒറ്റ ദിവസം കൊണ്ട് റാലി നടന്നത്. അപ്പോൾ ഇത് 2008 ശേഷമുള്ള മൈക്രോസോഫ്റ്റിൻ്റെ ഏറ്റവും വലിയ സിംഗിൾ ഡേ റാലിയാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഒറ്റയ്ക്ക് മാത്രം നാസ്ഡാക്കിൻ്റെ ഈ ഒരു ഇൻഡെക്സിനെ ശക്തമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയി എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇടിവിലായിരുന്ന സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ കമ്പനികളുടെ സ്റ്റോക്കുകൾ ഈ മൈക്രോസോഫ്റ്റിൻ്റെ റിസൾട്ട് വന്നതോടുകൂടി വൻ തിരിച്ചുവരവാണ് നടത്തിയത്. ലാം റിസർച്ച്, മൈക്രോൺ പോലെയുള്ള ഈ ചിപ്പ് സ്റ്റോക്കുകളിൽ 17 മുതൽ 18% വമ്പിച്ച റാലിയാണ് ഉണ്ടായത്. അതുപോലെ AMDയിൽ 12%, NVIDIAയിൽ ഏകദേശം 3% റാലി നടന്നിട്ട് കാണും. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ നാസ്ഡാക്ക് ഇൻഡെക്സിനെ ഉയർത്താൻ കാരണമായി. അപ്പോൾ നമുക്കറിയാം, ബിഗ് ടെക്നോളജി കമ്പനികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നടത്തുന്ന വമ്പിച്ച ഡോളർ നിക്ഷേപം അത് ഫലം കാണുന്നുണ്ടോ എന്ന ആ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ സംശയത്തിന് മൈക്രോസോഫ്റ്റ് നൽകിയ മറുപടിയാണ് ഇപ്പോൾ US മാർക്കറ്റിനെ ആവേശത്തിലാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ സൗത്ത് കൊറിയൻ ഇൻഡെക്സ് ആയിട്ടുള്ള കോസ്പിയിൽ ഇന്ന് 18% വമ്പിച്ച ഒരു റാലിയാണ് നടന്നത്. ഇപ്പോൾ കൊറിയൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിംഗിൾ ഡേ റാലിയാണിത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ AI സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വമ്പിച്ച സെൽ ഓഫ് അത് കാരണം അവിടുത്തെ ഭീമൻ സ്റ്റോക്കുകളായിട്ടുള്ള സാംസങ്ങും അതുപോലെ SK ഹൈനിക്സും വമ്പിച്ച ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. അവിടേക്ക് ഇപ്പോൾ വീണ്ടും FIAs തിരിച്ചു വന്നുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ SK ഹൈനിക്സ് അതിൻ്റെ ഡെയിലി ലിമിറ്റ് കടന്നുകൊണ്ട് 29% റാലിയാണ് ഉണ്ടായത്. അതുപോലെ സാംസങ് ഇലക്ട്രോണിക്സിലും 26% ഏറ്റവും ഉയർന്ന സിംഗിൾ ഡേ റാലി നടന്നു. അപ്പോൾ അവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒറ്റ ദിവസം കൊണ്ട് 7.2 ലക്ഷം കോടിയിലധികം കൊറിയൻ കറൻസിയായ വോണിൻ്റെ ആ ഒരു നെറ്റ് ബൈങ് ആണ് നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ കഴിയും. കാരണം ഇന്ത്യൻ IT ഇൻഡെക്സ് നിഫ്റ്റി IT ഏകദേശം 1.56% വരെ ഇന്ന് താഴാൻ കാരണമായത് ഈ കൊറിയൻ ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ള റാലിയാണ്. ഈ സെമി കണ്ടക്ടർ ചിപ്പ് സ്റ്റോക്കുകളിൽ വമ്പിച്ച സെൽ ഓഫ് ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ IT സ്റ്റോക്കുകൾ ഉയരാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ നേരെ തിരിച്ചിട്ടാണ്, ഒരു ഇൻവേഴ്സ് റിലേഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഈ SK ഹൈനിക്സും NVIDIA സാംസങ് ഒക്കെ തകർന്നപ്പോൾ FIAs ഒരു വാല്യുവേഷൻ കുറഞ്ഞ സേഫായിട്ടുള്ള ഒരു താവളം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ IT സർവീസസ് സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ US-ലെയും കൊറിയയിലെയും AI ചിപ്പ് കമ്പനികൾ ശക്തമായി തിരിച്ചു വന്നതോടെ ഇന്ത്യൻ IT സ്റ്റോക്കുകളിൽ നിന്ന് പണം പിൻവലിച്ച് വീണ്ടും കൊറിയൻ സെമി കണ്ടക്ടർ സ്റ്റോക്കുകളിലേക്ക് പോയോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതുകൂടാതെ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നിഫ്റ്റി IT ഇൻഡെക്സ് ഏകദേശം 20% ഉയർന്നിട്ട് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ കഴിഞ്ഞ 5 ദിവസത്തെ തുടർച്ചയായ മുന്നേറ്റത്തിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് ശാന്തമായതോടെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ത്യയിലേക്ക് താൽക്കാലികമായി ഒഴുകിയെത്തിയ FIAസിൻ്റെ ആ ഒരു ഫണ്ട് തിരിച്ചു പോയോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതേപോലെ ഇന്ന് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ വന്നിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റമില്ലാതെ നിലനിർത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതും ഗ്ലോബൽ മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ആ ബോർഡിലെ 9 അംഗങ്ങളിൽ ഒരാൾ ഈ തീരുമാനത്തെ എതിർത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അടുത്ത സാമ്പത്തിക വർഷങ്ങളിൽ ജപ്പാനിൻ്റെ ആ ഒരു ബേസിക് കോർ ഇൻഫ്ലേഷൻ അതിൻ്റെ ഒരു ലക്ഷ്യം 2%. അതിന് മുകളിലേക്ക് ഇൻഫ്ലേഷൻ പോവുകയാണെങ്കിൽ റേറ്റ് ഹൈക്കിനെ കുറിച്ച് ചിന്തിക്കുമെന്നും കൂടി ആ ഒരു പോളിസി ഔട്ട്കമ്മിൽ പറയുന്നുണ്ട്. വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു ലിക്വിഡിറ്റി നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കറൻസിയാണ് യെൻ. വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ കിട്ടുന്ന ഈ ഒരു ജപ്പാൻ കറൻസി അത് മറ്റ് മാർക്കറ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് കാര്യമായിട്ട് ആശ്രയിക്കുന്ന ഒരു
കറൻസിയാണ്. അപ്പോൾ ജപ്പാൻ യെന്നിൻ്റെ ലിക്വിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയേണ്ടത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആവശ്യകതയുമാണ്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണുന്നത് ബ്രണ്ട് ക്രൂഡിൻ്റെ വിലയിൽ വന്ന ഒരു ഇടിവാണ്. കാരണം ഇന്നലെ 90 എന്ന ലെവലിലേക്ക് ഉയർന്ന ബ്രണ്ട് ക്രൂഡിൻ്റെ റേറ്റ് 87 ലെവലിലേക്ക് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സൗദി അറേബ്യ പ്രഖ്യാപിച്ചിട്ടുള്ള മാരിടൈം ഡിഫൻസ് അലയൻസ് അത് ഈ ക്രൂഡ് ഓയിൽ വില കുറയാൻ കാരണമായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഈ റെഡ് സീ ബാബൽ മന്ദേബ് സ്ട്രെയിറ്റ് വഴി കടന്നു പോകുന്ന എണ്ണക്കപ്പലുകൾക്ക് നേരെ ഹൂത്തി റബൽസിൻ്റെ ആക്രമണ ഭീഷണിയുണ്ട്. അപ്പോൾ സൗദിയുടെ നേതൃത്വത്തിൽ 14 രാജ്യങ്ങൾ ചേരുന്ന ഒരു അലയൻസ് ഈ ഒരു റൂട്ട് സംരക്ഷിക്കാൻ പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഗ്ലോബൽ ഓയിൽ സപ്ലൈ തടസ്സപ്പെടില്ലെന്നുള്ള ഒരു ആശ്വാസം ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് രൂപപ്പെട്ട US ഇറാൻ സംഘർഷം കാരണം ഓയിൽ സപ്ലൈ കുറയുമെന്നുള്ള ആ ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ട്രേഡേഴ്സ് ഈ ഓയിൽ പ്രൈസ് ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു സഖ്യസേന സുരക്ഷ ഉറപ്പാക്കുമെന്ന വാർത്ത വന്നതോടെ മാർക്കറ്റിലുണ്ടായിരുന്ന ആ ഒരു റിസ്ക് പ്രീമിയം കുറയുകയും അങ്ങനെ 87-88 റേഞ്ചിലേക്ക് ക്രൂഡ് ഓയിൽ തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ 90 എന്ന ലെവലിലേക്ക് ഉയർന്നതോടെ അവിടെ ശക്തമായ പ്രോഫിറ്റ് ബുക്കിങ്ങും ഈ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറുകളിലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഹോർമസ് സ്ട്രെയിറ്റ് വഴി അവിടെ തീർച്ചയായിട്ടും തടസ്സങ്ങളുണ്ട്. സാധാരണഗതിയിൽ 50 മുതൽ 120ഓളം ഷിപ്പുകൾ കടന്നു പോകുന്ന ആ പാതയിൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അപ്പോൾ സാധാരണ നടക്കുന്നതിൻ്റെ 30 മുതൽ 35% മാത്രമാണ് ഇപ്പോൾ ഈ റൂട്ടിലൂടെ ഗതാഗതം നടക്കുന്നത്. അപ്പോൾ മുൻ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങളും കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളും കാരണം ലീഡിംഗ് ആയിട്ടുള്ള ഷിപ്പിംഗ് കമ്പനികളൊക്കെ ഒരു ജാഗ്രത പാലിക്കുന്നുണ്ട്. അപ്പോൾ തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ആ ചരക്ക് നീക്കം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയുടെ സപ്ലൈ കുറയുകയില്ല എന്നുള്ള സൂചന തന്നെയാണ് ക്രൂഡ് ഓയിലിൻ്റെ വില 90 നിന്നും 87ലേക്ക് കുറയാൻ ഇപ്പോൾ കാരണമായിട്ടുള്ളത്. അതുപോലെ ഇന്ന് മാർക്കറ്റിൽ സെക്ടർ വൈസ് നമ്മൾ പരിശോധിച്ചാൽ ഓട്ടോ സെക്ടറും ഫൈനാൻഷ്യൽ സർവീസസ് സെക്ടറുമാണ് ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തിയ 2 സെക്ടറുകൾ. അവിടെ ബജാജ് ട്വിൻസ് എന്നറിയപ്പെടുന്ന ബജാജ് ഫൈനാൻസ് അതുപോലെ ബജാജ് ഫിൻസർവ് സ്റ്റോക്കുകളിൽ ഏകദേശം 6 മുതൽ 9% വമ്പിച്ച ഒരു ഇൻട്രാഡേ റാലി നടക്കുകയുണ്ടായി. അപ്പോൾ അതിന് കാരണമായത് ബജാജ് ഫിനാൻസ് പുറത്തുവിട്ടിട്ടുള്ള അവരുടെ Q1 ഏർണിംഗ്സ് റിപ്പോർട്ടുകളാണ്. ഇപ്പോൾ ജൂൺ ക്വാർട്ടറിൽ ബജാജ് ഫിനാൻസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 27% വർദ്ധിച്ചിട്ട് 5956 കോടിയായിട്ടാണ് ഉയർന്നിരിക്കുന്നത്. ഇത് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ടിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരു റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കമ്പനിയുടെ പ്രധാന ഇൻകം സോഴ്സായിട്ടുള്ള നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അത് 23% ഉയർന്നിട്ട് 12571 കോടിയിലെത്തിയിട്ടുണ്ട്. കൂടാതെ ഇവർ കൈകാര്യം ചെയ്യുന്ന അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 24% വർദ്ധിച്ചിട്ട് 5.46 ലക്ഷം കോടിയായിട്ടും ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗോൾഡ് ലോണ്, കമേഴ്ഷ്യൽ വെഹിക്കിൾ ഫിനാൻസ് ഈ മേഖലയിലാണ് ശക്തമായ വളർച്ച ബജാജ് ഫിനാൻസ് കാണിച്ചിട്ടുള്ളത്. കൂടാതെ കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. വായ്പാ തിരിച്ചടവിൽ ആ ഒരു പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് NPA കുറക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഗ്രോസ് NPA 1.03 നിന്നും 0.96% ആയിട്ട് കുറഞ്ഞു. നെറ്റ് NPA 0.5% നിന്നും 0.39% ആയിട്ടും മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മികച്ച ഒരു ഫൈനാൻഷ്യൽ റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ പല ബ്രോക്കറേജുകളും മോട്ടിലാൽ ഓസ്വാൾ, HDFC സെക്യൂരിറ്റീസ് തുടങ്ങിയ മുൻനിര ഇന്ത്യൻ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഇതിൻ്റെ റേറ്റിംഗ് ബൈ എന്ന ലെവലിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ ടാർഗറ്റ് 1300 എന്ന റേഞ്ചിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബജാജ് ഫിനാൻസും അത് സാറ്റിൻ ക്രെഡിറ്റ് കെയർ പോലെയുള്ള പ്രമുഖ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിൽ ഈ അസറ്റ് ക്വാളിറ്റി വലിയ തോതിൽ മെച്ചപ്പെട്ടത് ഈ ക്രെഡിറ്റ് കോസ്റ്റ് കുറഞ്ഞതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ ഇത് ഈ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനികളുടെ ലാഭക്ഷമത മൊത്തത്തിൽ കൂട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ചില ക്വാർട്ടറുകളിൽ സമ്മർദ്ദത്തിലായിരുന്ന മൈക്രോ ഫിനാൻസ്, വെഹിക്കിൾ ഫിനാൻസ്, സ്മോൾ ബിസിനസ് വായ്പകൾ എന്നിവ ആ ഒരു മേഖലയിലുള്ള ആ ഒരു വായ്പാ വിതരണത്തിൽ 20% മുതൽ 45% വരെയുള്ള വമ്പിച്ച വളർച്ചയാണ് പല കമ്പനികളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കൺസ്യൂമർ ഡിമാൻഡ് തിരിച്ചെത്തുന്നത് NBFCകളുടെ ഒരു വരുമാനം വലിയ തോതിൽ വർദ്ധിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണിത്. ഇതുകൂടാതെ റിസർവ് ബാങ്കുകൾക്ക് നൽകിയ പുതിയൊരു ഇളവിൻ്റെ ഒരു വാർത്തയെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കോടികളുടെ ഡെപ്പോസിറ്റ് തങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി HDFC ബാങ്ക് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന തട്ടിപ്പാണ് RBIയെ ഇങ്ങനെയൊരു പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റിസർവ് ബാങ്കിൻ്റെ ഒരു നിയമപ്രകാരം ബാങ്കുകൾക്ക് ചിലർക്ക് മാത്രം രഹസ്യമായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് നൽകാൻ നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ സാധാരണ അക്കൗണ്ടുകൾക്ക് നൽകിയിരുന്ന 3.5% അല്ലെങ്കിൽ 4.5% ആ ഒരു ഇൻട്രസ്റ്റ് അത് ഈ മഹാരാഷ്ട്ര റോഡ് കോർപ്പറേഷൻ 6% വേണമെന്ന് HDFCയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ വലിയൊരു തുക ആകർഷിക്കാൻ വേണ്ടിയിട്ട് HDFC ചെയ്തത് ഈ നോർമൽ പലിശ നിരക്കിന് മുകളിലുള്ള ഏകദേശം 45 കോടിയോളം അധികം വരുന്ന തുക നേരിട്ട് പലിശയായിട്ട് നൽകാതെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ റോഡ് സേഫ്റ്റി
അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്ന പേരിൽ വ്യാജമായി കാണിച്ചുകൊണ്ട് ഈ മഹാരാഷ്ട്ര റോഡ് കോർപ്പറേഷൻ നൽകിയതാണ് വിവാദമായത്. അപ്പോൾ ബാങ്കിൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിലും വിജിലൻസ് അന്വേഷണത്തിലും ഈ ക്രമക്കേട് കണ്ടെത്തുകയും ഇത് ആ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസ്പെറൻസിക്ക് എതിരാണെന്ന് ഗ്ലോബൽ ലെവലിൽ തന്നെ ഈ HDFCയുടെ വിശ്വാസ്യത തകർക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ RBI കൊണ്ടുവന്നിട്ടുള്ള നിയമം വലിയ തുക നിക്ഷേപിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രത്യേക പലിശ ലഭിക്കാൻ ബാങ്കുകൾ കുറുക്കുവഴികൾ നോക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ടുവരികയാണ്. അപ്പോൾ ബാങ്കുകൾക്ക് ഇനി വലിയ തുക നിക്ഷേപിക്കുന്ന കൺസ്യൂമേഴ്സിൻ്റെ ലിക്വിഡിറ്റി റിസ്ക് വിലയിരുത്തി വ്യത്യസ്ത നിരക്കിലുള്ള പലിശ ഓഫർ ചെയ്യാമെന്നാണ് ഇപ്പോൾ RBI പറയുന്നത്. എങ്കിലും ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്കുകൾ എല്ലാ ദിവസവും രാവിലെ തങ്ങളുടെ വെബ്സൈറ്റിൽ ഒഫീഷ്യലായിട്ട് പ്രസിദ്ധീകരിക്കണം. ആരോടും രഹസ്യമായ ചർച്ച നടത്തി അനധികൃതമായിട്ട് പലിശ കൂട്ടിക്കൊടുക്കുവാൻ പാടില്ല. എന്നാൽ റീറ്റെയിൽ നിക്ഷേപകർക്ക് ഇത് ബാധകമല്ല. സാധാരണക്കാർ നടത്തുന്ന ചെറിയ തുകയുടെ FD അല്ലെങ്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റുകൾക്ക് ഇത് ബാധകമല്ല. ഇപ്പോൾ കോർപ്പറേറ്റ് സർക്കാർ ഏജൻസികളുടെ വലിയ ഡിപ്പോസിറ്റുകൾ നിയമാനുസൃതമായിട്ട് സമാഹരിക്കാൻ ബാങ്കുകൾക്ക് ഈ ഒരു ഇളവിലൂടെ സാധിക്കും. ഇനി നമ്മൾ ഇന്നത്തെ നിഫ്റ്റിയുടെ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇപ്പോൾ 1 മുകളിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് 1.4 മുകളിൽ പുട്ട് കോൾ റേഷ്യോ കാണിക്കുന്നത് പുട്ട് റൈറ്റേഴ്സിൻ്റെ ശക്തമായ സാന്നിധ്യമാണ്. കൂടാതെ നമ്മൾ RSI പരിശോധിച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ഇപ്പോൾ 58 എന്ന ലെവലിലാണ് RSI കാണുന്നത്. അവിടെ ആ ഒരു റെഫറൻസ് ലൈനിന് മുകളിലാണ് RSI നിൽക്കുന്നത്. അതും ഒരു ബുള്ളിഷ് സൂചനയാണ് നൽകുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് 24,350 24,300 ലെവലുകളിലാണ്. കൂടാതെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 24,450 24,500 ലെവലുകളിലുമാണ്. ഈ ഒരു റേഞ്ചിൽ നിഫ്റ്റിയുടെ എക്സ്പയറി വരെ പോകുമോ എന്നാണ് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത്. പക്ഷേ അടുത്ത 2 ദിവസങ്ങളിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുണ്ടാകുന്ന ഗതിവിഗതികളൊക്കെ ഈ ലെവലുകളെയൊക്കെ സ്വാധീനിച്ചെന്നും വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.